ടോർസ് കാരണം മനുഷ്യന് നടക്കാനും മേലെന്നായില്ല. ഇപ്പൊ അവരുടെ സമയല്ലേ. നല്ല മധുരം കൂട്ടി ഒരു ചായ എടുത്തോ. എനിക്ക് ജോയിൻ കഴിച്ചു ഒരു ഷുഗർ തരും. അതാ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണല്ലോ. എടാ യോസൂട്ടേ, എന്തായാലും കൊറോണ വന്നോണ്ട് ഇവിടെ എല്ലാരും ഡിസ്പോസിബിൾ ഗ്ലാസ് സാനിറ്റൈസർ ഉപയോഗിച്ചു തുടങ്ങി. സ്റ്റേറ്റ്സിൽ ഞങ്ങൾക്ക് പണ്ടേ ശീലമാ. നാളെ കാണാം. ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. അച്ഛോ ഗുഡ് മോർണിംഗ്. തീപ്പെട്ടി വാച്ച് നോക്കണ്ട വെക്കച്ച 5 മിനിറ്റ് ലേറ്റ്. ജോസൂട്ടി തടി കൂടാതെ നോക്കണം. എന്റെ ഒപ്പം നടക്കാൻ വാ. ബെസ്റ്റ്. അതിന് ഇവൻ ഈ ജീപ്പ് ഇറങ്ങിയിട്ട് സമയം കിട്ടണ്ട അച്ഛാ. എടാ പക്ഷേ ഈ ബാൻഡ് സെറ്റുകാരിപ്പോ കാണാനില്ലല്ലോ. ഇപ്പൊ പ്രാക്ടീസ് ഒന്നുമില്ലേ? അവന്മാർക്ക് പെയിന്റിംഗ് പണി കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിലല്ലേ റിഹേഴ്സൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സീസൺ അല്ലേ. ഈ പ്രാക്ടീസിന് സീസൺ? അയ്യോ പ്രാക്ടീസ് അല്ല, ഈ പെയിന്റിങ്ങിന് കാലാവസ്ഥ അനുസരിച്ച് ഞാൻ ടി വിയിൽ കാണാറുണ്ട് പരസ്യത്തില്. എടാ നമ്മുടെ ഷാജി അവിടെ പോയി. അവനോട്ടും പോയി. അവനെ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയാം. അപ്പൊ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. വകച്ച നമ്മുടെ കുരിശുപള്ളിയുടെ പിരിവിന്റെ കാര്യത്തെ എന്റെ അച്ഛൻ ഞാൻ തരാം. അച്ഛൻ പോ. അത് മതി. ഈ സോണിയച്ചിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു ശരിയാ. ആദ്യം ചിരിക്കും പിന്നെ പിരിക്കും. കുടംപുളി ഉണ്ടോടാ? പിന്നെ അരെ കുടംപുളിക്ക് എന്നാ ഹിന്ദിയിലെ പയ്യ കാക്കിലെ കുടംപുളി. കുളമ്പുള്ളി. എടാ ഈ ആര് കളർ ചേർത്താണോടാ? ഒന്ന് പോവാ. ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. ചുമ്മാ ചോദിച്ചാടാ പോയി. ജോസൂട്ടി ഇതൊന്ന് കുറിച്ചേരെ. ശരി സാറേ. കുറിച്ചേക്കാനോ? ഇതൊന്ന് തിരിച്ചു കിട്ടുവോടാ? അപ്പന്റെ കാലം തൊട്ടുള്ള കച്ചവടം. പെൻഷൻ തീയതി എന്റെ ചന്തയിൽ പോക്കും. അത് ഈപ്പച്ചൻ സാറിന് തെറ്റേയല്ല. എന്റെ ഓർമ്മയില് ഈ ജംഗ്ഷനിൽ ആദ്യത്തെ പലർക്കിടെ കൊച്ചേക്കോച്ചേട്ടന്റെ ഈ കട. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞോണ്ട് നിന്നെ പിടിച്ച് കടയിൽ നിർത്തി. അതുകൊണ്ട് തന്നെ നിന്റെ പഠിപ്പും പോയി. എടാ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ പടിഞ്ഞാറപ്പറമ്പിൽ നിന്നുള്ള ബോർഡ് വെച്ചതല്ലാതെ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടോ? എടാ മുട്ടിനെ കോർപ്പറേറ്റുകൾ സൂപ്പർ മാർക്കറ്റ് നടത്തി തകർക്കുക. ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, ഈ കടയൊക്കെ പൊളിച്ച് കളിച്ചിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങേ. പട കേരളത്തിൽ മാറാത്ത ഒന്നേ ഉള്ളൂ ഈ ഓൾറെഡി ശബ്ദം. സാറേ നല്ല നെയ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചയാണോടാ? പടക്കുന്ന കണ്ടില്ലേ? കഴിഞ്ഞ ആഴ്ച പിടിച്ചപ്പോഴായിരിക്കും. ഇത് വലുതാണല്ലോ. ഒന്ന് നോക്കിയേ. എത്രയുണ്ട്? 6200 ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, തലകൂട്ടി പകുതി കെട്ടിയതേ വീട്ടിൽ കൊടുത്തേ കേട്ടോ. ജോസൂട്ടി നല്ല നെയ്യുള്ള മത്തിയുണ്ട്. ഒരു 1.5 കിലോ വീട്ടിൽ കൊടുത്തേക്കട്ടെ. മുട്ടയുള്ളതാണോ? പിന്നല്ലാതെ. പിള്ളേർക്ക് മത്തിയ ഇഷ്ടം. വറുത്തു കൊടുത്ത ചോറുണ്ടോ? മത്തി ബെസ്റ്റ് അല്ലേ? ഒമേഗ 3 അത് ഫുൾ ഓഫ് ആന്റി ഓക്സിഡന്റ്. സാലറിയും പേഷ്യന്റ് സ്റ്റേറ്റ്സിന് എന്ത് ഡിമാൻഡ് എന്നറിയോ? ഒരു ചെറിയ ടിന്നിന് 10 അല്ല $5. ഇവിടെ ഇപ്പൊ 250 രൂപയ്ക്ക് 2 കിലോ മത്തി ലാഭമല്ലേ? എനിക്കെന്നറിയില്ല, ഇതിന്റെ ഉളുമ്പ് ഹോറിബിൾ, സഹിക്കാൻ പറ്റില്ല. സുമാരാ വീട്ടിൽ കൊടുത്തേക്കണം. ഭയ്യാ കൊടംപുളി. ഇതുപോലെ വേസ്റ്റ് വല്ല ഇവിടെ. എടാ ഇവിടെ വേസ്റ്റ് ബിൻ വെക്കാൻ പോലെ. അതൊക്കെ സ്റ്റേറ്റ്സിലെ വേസ്റ്റ് മാനേജ്മെന്റ്. നാളെ കാണാ. ഇപ്പൊ ഇടിച്ചതിലൂടെ പോയോ? ഓട്ടം പോലും തരികയില്ല. അതിന് വിളി ഓടാ ഇറങ്ങിയല്ലേ കളഞ്ഞു. ഇത് ഞങ്ങളെടുത്ത പുതിയ റീലാ. നന്നായിട്ടുണ്ട്. കൊള്ളാം. കണ്ടോ? 5K വ്യൂസ് ഉണ്ട്. നോക്ക് ഈ സ്റ്റെപ്പ് എങ്ങനെയുണ്ടായിട്ടുണ്ട്. സോങ്സ് ഒക്കെ ആരാടി സെലക്ട് ചെയ്യാറുള്ളേ? കൊച്ചിനെ എന്നാ വിളിച്ചത്? കൊച്ചേ ഞാൻ ഗേറ്റിന് വെളിയിലുണ്ട്. ചേട്ടത്തി പാസ്വേഡ് ഇപ്പൊ തുറക്കാറേ. ഇനി അങ്ങനെ ചാട്ടം കഴിഞ്ഞിട്ട് വരണമായിരിക്കും.
ഓടിക്കതിച്ച് വരുന്നുണ്ട്. ഈ ഗേറ്റ് എന്നെങ്കിലും ഒന്ന് തുറന്നിടുവോ ഈ മനുഷ്യൻ? വേറെ ഒരു വീട്ടിലും ഇങ്ങനത്തെ ഗേറ്റ് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കർത്താവേ. അവളെ വിളിക്കാൻ പറ്റായിരുന്നു എടുത്തി. ആ കൊച്ചിനെ ഞാൻ വിളിച്ചായിരുന്നു. അത് ഏതാണ്ടൊക്കെ ചെയ്ത് നോക്കി, ഒന്നും ശരിയാവുന്നില്ല. അവള് പാസ്വേഡ് മറന്നു കാണും. ദൈവമേ. നീ ചേർത്തി എന്നും പുറത്തു നിർത്തി അല്ലേ? സാറല്ലേ എടുത്തി, നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. എന്നാ കുടംപുളി ചുമ്മാ മറക്ക്. അയ്യോ, ഞാൻ ഹീറ്റർ ഓൺ ചെയ്തില്ല. നല്ല പുടപുടക്കുന്ന മീൻ, നല്ല മീൻ, നെയ്മീൻ, കരിമീൻ. എന്നാണ്ട് ചേട്ടത്തി സുഖാണോ? പിന്നെ ഭയങ്കര സുഖമല്ലേ? നീ മീൻ ഇങ്ങോട്ട് താ. ഇതാ പിടിച്ചോ. രാശ വണ്ടി എടുക്കടാ. മത്തി, അയില, പൊട്ടപ്പൊട്ടക്കുന്ന കരിമീൻ, നെയ്മീൻ. 1500 rupees നെന്മീന്. മട്ടണില്ലേ ഈ വില? ചെറുതി കുടംപുളിയിട്ട് തകർത്തേക്കണം കേട്ടോ. കുറച്ച് വറക്കാൻ മാറ്റി വെച്ചേക്കാം. പച്ചക്കുരുമുളക് അരച്ച് വറുത്ത സൂപ്പറായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ചേർത്ത് വെച്ച പിച്ചുമോളിയില്ലേ, കപ്പ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങാൻ കൊള്ളത്തില്ല. ഇച്ചിരി ഇളന്താളിപ്പുണ്ട്, അത് കൊത്തി വേവിച്ചേക്കാം അല്ലേ വെച്ചേ? അയ്യോ, ടപ്പിയൊക്കെ മീൻ കറി കൂടെ സൂപ്പറായിരിക്കും. അനിയമേ, എനിക്ക് ഗ്ലോബൽ മലയാളി അസോസിയേഷൻ്റെ സൂം മീറ്റിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. പിന്നെ ഡി, ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് കണ്ടെയ്നർ പോകേണ്ട ദിവസമാണ്. നീ മെയിലിലൊന്ന് ചെക്ക് ചെയ്യ്. ചെറുതി കറി കലക്കിക്കോട്ടോ. അതെ, മോന്റെ കാര്യം ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. പപ്പ എല്ലാം നോക്കിക്കോളും. പിന്നെ ഞാൻ മനഃപൂർവ്വം അല്ല കേട്ടോ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നേ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞു വന്നപ്പോ മുഴുവൻ പോത്തുപാടും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ മീനോട് ഇത്ര പ്രിയം? കഴിഞ്ഞ പ്രാവശ്യം വന്നേച്ചോ ഇപ്പൊ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നേ. കൊളസ്ട്രോൾ 300, ആൻജിയോഗ്രാം വരെ ചെയ്യേണ്ടി വന്നു. നീ മാസിക കഴിച്ചോണ്ടിരിക്കുവാണോ? മാസിക വായിക്കുന്നത് കേട്ടോ. ചേട്ടത്തിയുടെ മീൻകറി അടിപൊളിയാ. അതിന് ഉപ്പും മുളകൊന്നും പിടിക്കാൻ സമയമായിട്ടില്ലല്ലോ. നന്നായി പിടിച്ചിട്ടുണ്ട്. നീ എവിടെ പോവാ? എടാ, വന്നിച്ചിരി കപ്പയും മീനും കഴിച്ചു പോ. ചേട്ടത്തെ സ്നേഹത്തോടെ ഉണ്ടാക്കിയല്ലേ. അതിന് ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ല ഇതിന്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാവോ? കണ്ടില്ല എഴുന്നേറ്റ് വരുന്ന സമയം, മണി ഉച്ചയായി. പാപ്പാ, ഫിഷ് ഫ്രൈ ഒന്ന് തരാമോ? താങ്ക്സ്. പാപ്പാ, ഫിഷ് ഫ്രൈ വേണ്ട, ഓട്സ് കഴിക്ക്. ഒരു ക്യാരറ്റ് എടുത്തോട്ടെ. എന്നാണത്? ബർഗറാപ്പാ, ടൗണിൽ പോയി TFC തുടങ്ങി, അവിടുന്ന്. കേട്ടില്ലേ, ബർഗർ. നീയൊക്കെ അല്ല വേറെ വല്ലതും ഇത് കഴിക്കുവോ? എടി 2 റൊട്ടിക്കകത്തോട്ട് ചിക്കൻ പീസ് വെക്കും, എന്നിട്ട് അതിനകത്തോട്ട് ഈ സവോളയും തക്കാളിയും കൂടെ അരിഞ്ഞങ്ങോട്ട് തിരിക്കും. അത് മേടിച്ച് കഴിക്കാൻ ഇവനെ പോലുള്ള പൊട്ടന്മാരും സായിപ്പ്മാരുടെ ഒരു ബുദ്ധിയേ. അതിനാ സായിപ്പന്മാരുടെ ഇപ്പൊ ഒരു പുച്ഛം. അത് നമ്മുടെ ഈ നാടൻ ഫുഡ് തന്നെയാണ് ബെസ്റ്റ്. അതുകൊണ്ട് എൻ്റെ ഓട്സ്, അവരുടെ ഓട്സ് ബെസ്റ്റാ.